നമുക്കിന്ന് 20-ാമത്തെ അധ്യായം, അതാണ് ശംഖചൂഡനും ദേവന്മാരും തമ്മിലുള്ള യുദ്ധമാണ് വർണ്ണിക്കേണ്ടത്. എൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെയും അജഗദംബികയുടെയും അപാരമായ കാരുണ്യാതിരേകത്താൽ ഈ വൈശാഖ മാസത്തിൽ ഇങ്ങനെ എന്തെങ്കിലും കഥ പറയാനും കേൾക്കാനും കിട്ടുന്ന അവസരം വളരെ വളരെ പുണ്യപ്രദമാണല്ലോ. അപ്പം നമുക്ക് നോക്കാം, ശംഖചൂഡനും ദേവന്മാരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ എങ്ങനെയാണ് അവരുടെ യുദ്ധം ഗംഭീരാന്നോ നോക്കണ്ട നമുക്ക്. ഇപ്പൊ മഹാദേവനെ ശംഖചൂഡവധം ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് ബ്രഹ്മാവ് എന്ത് ചെയ്തു? സത്യലോകത്തേക്ക് പോയി. അവിടെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ലല്ലോ, കസേലൊഴിച്ച് ഇടാൻ കഴിയില്ല. അപ്പൊ ദേവന്മാര് സ്വന്തം സ്ഥാനങ്ങളിലേക്ക് മടങ്ങി. ചന്ദ്രഭാഗ എന്ന നദിയുടെ തീരത്തുള്ള ഒരു വടവൃക്ഷത്തിന് ചുവട്ടിൽ ഭഗവാൻ ശ്രീ മഹാദേവൻ ദേവന്മാരുടെ കാര്യസാധ്യത്തിനായിട്ടാണ് അങ്ങനെ പത്മാസനത്തിൽ സ്ഥിതി ചെയ്തു എന്ന് പറയാം. മഹാദേവൻ ചിത്രരഥൻ എന്നൊരു ഗന്ധർവനെ ദൂതനായി ശംഖചൂഡന്റെ അടുത്തേക്ക് അയച്ചു. ദൂതം വേണല്ലോ, ഇപ്പൊ ഇങ്ങനെ ചാടിക്കേറി ഒരു യുദ്ധം ചെയ്തില്ല. ഒന്നിക്കൽ യുദ്ധം അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെയാണല്ലോ. ഈ ദൂതന്മാരെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ അമരാവതിയെയും അളകാപുരിയെയും നിഷ്പ്രഭമാകുന്ന രീതിയിലായിരുന്നു ശംഖചൂഡന്റെ കൊട്ടാര നിർമ്മാണം. അത്രയും ഗംഭീരാണ്. 7 കിടങ്ങുകൾക്കകത്ത് മധ്യത്തിലായിരുന്നു ശംഖചൂഡന്റെ കൊട്ടാരം. അതിനു ചുറ്റുമായി രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച അനവധി സൗധങ്ങളുണ്ട്. അങ്ങനെ മണിമാളികകൾ കണ്ടു നടക്കുമ്പോൾ അകത്തേക്ക് പ്രവേശിക്കാനുള്ള പ്രധാന വാതിൽ കണ്ടു. അവിടെ അതാ ശൂലവും പിടിച്ചൊരു കാവൽക്കാരൻ നിൽപ്പുണ്ടായിരുന്നു. അയാളോട് സമ്മതം ചോദിച്ചു ചിത്രരഥൻ അകത്തേക്ക് കടന്നു. യുദ്ധത്തിന്റെ കാര്യം പറയാനാണെന്ന് പറഞ്ഞതോട് ആരും അയാളെ തടഞ്ഞില്ല. അകത്ത് കടന്ന് ചിത്രരഥൻ സുന്ദരനായ ശംഖചൂഡനെ കണ്ടു. രാക്ഷസനാണെങ്കിലും കൂടി നല്ല അതിസുന്ദരനാണ് ഇന്നലെ പറഞ്ഞുവല്ലോ. സഭാമധ്യത്തിൽ രത്നഖചിതമായ സിംഹാസനത്തില് ശംഖചൂഡൻ വിരാജിക്കുന്നു. അയാളുടെ തലക്ക് മീതെയായി അമൂല്യ രത്നങ്ങളെ കൊണ്ടുണ്ടാക്കിയ ഒരു മുത്തക്കുട ഒരു സേവകൻ പിടിച്ചു നിൽക്കുന്നു. മറ്റു ഭൃത്യന്മാർ വെഞ്ചാമരം വീശുന്നു. ധാരാളം സേവകന്മാരാലും സൈന്യത്താലും ചുറ്റപ്പെട്ടിരിക്കുന്ന ശംഖചൂഡനെ കണ്ട് പുഷ്പദന്തൻ വിസ്മയപ്പെട്ടുപോയി. അയ്യോ, ഇങ്ങനെ ഉണ്ടാവുമോ എന്നാണ് വിചാരിച്ചത്. ദൂതൻ ശംഖചൂഡനോട് പറയാൻ തുടങ്ങി. ഏതേറ്റേന്ദ്ര, ഞാൻ ശിവഭൃത്യനാണ് കേട്ടോ. മഹാദേവൻ എന്നോട് പറയുവാൻ ഏൽപ്പിച്ച കാര്യം ഞാൻ അറിയിക്കാം. എനിക്കിതിലൊന്നുമില്ല. ഭഗവാൻ പറയാൻ പറഞ്ഞത് ഞാനിവിടെ പറയുന്നു. നീ രാജ്യാധികാരം ദേവന്മാർക്ക് വിട്ടുകൊടുക്കണം. ദേവന്മാർ വിഷ്ണുവിന്റെ അടുത്ത് പോയി സങ്കടം ഉണർത്തിച്ചപ്പോൾ ഭഗവാൻ വിഷ്ണു ഒരു ശൂലമെടുത്ത് മഹാദേവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പുഷ്പഭദ്രാ നദിയുടെ തീരത്ത് ഉമാപതി ഇരിക്കുന്നുണ്ട്. ഒന്നുകിൽ ദേവന്മാർക്ക് സ്വർഗം വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ യുദ്ധം അനിവാര്യം തന്നെ. ഞാൻ എന്താണ് തിരിച്ചുപോയി പറയേണ്ടതെന്ന് അങ്ങ് പറഞ്ഞാലും എന്ന് പറഞ്ഞു ദൂതന്റെ കടമ നിർവഹിച്ചു. അപ്പൊ ദൂതനെ കൊല്ലാനൊന്നും ശംഖചൂഡൻ മെനക്കെട്ടില്ല കേട്ടോ. ദൂതന്റെ സംസാരം കേട്ട് ശംഖചൂഡൻ മന്ദഗതിച്ചുകൊണ്ട് പറഞ്ഞു, തട്ടഹസിച്ചിട്ടില്ല. ഞാൻ നാളെ വരാമെന്ന് അറിയിക്കുക. ദൂതൻ അവിടെ നിന്ന് പോയി വടവൃക്ഷത്തിന് ചുവട്ടിലിരിക്കുന്ന മുക്കണ്ണനോട് ശ്രീ മഹാദേവനോട് ശംഖചൂഡൻ പറഞ്ഞ മറുപടി അറിയിച്ചു. അപ്പോഴേക്കും ശിവഭഗവാന്റെ ഭൂതഗണങ്ങളായ ബാഹുലേയൻ, വീരഭദ്രൻ, ഭാഷ്കളൻ, വിരൂപൻ, നന്ദി, താമ്രനേത്രൻ, ഏകാദശ രുദ്രന്മാർ, വസുക്കള്, ദേവന്മാർ തുടങ്ങിയ പ്രഭൃതികള് ശിവന്റെ അടുത്തെത്തി. ഉഗ്രദംഷ്ട്രകളോടുകൂടി 8 കൈകളുള്ള ഭദ്രകാളി രക്തനിറത്തിലുള്ള വസ്ത്രവും രത്നമാല്യങ്ങളും ഇട്ട ചന്ദനവും തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെ ആടിപ്പാടി രസിക്കുന്നു. 1000 യോജന നീളമുള്ള നാവ് ചോര കുടിക്കാനുള്ള ആർത്തിയോടെ പുറത്തേക്ക് നീട്ടി നടക്കുന്നു. ആ നാവ് ഇങ്ങനെ വെപ്പൻ ചോര കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ട് നടക്കുന്നു. 8 കൈകളിലും ആയുധങ്ങളും എന്തി യുദ്ധം കൊതിച്ചു നിന്ന സ്കന്ദൻ തന്റെ സൈന്യങ്ങളുമായി അച്ഛൻ നമസ്കരിച്ചടുത്ത് തന്നെ നിന്നു. സ്കന്ദൻ സുബ്രഹ്മണ്യ സ്വാമി. ദൂതൻ പോയ ശേഷം ശംഖചൂഡൻ അന്തഃപുരത്തിലേക്ക് ചെന്ന് തുളസീദേവിയോട് ദൂതൻ വന്നു പറഞ്ഞ വൃത്താന്തങ്ങളൊക്കെ അറിയിച്ചു. യുദ്ധത്തിന്റെ വാർത്ത കേട്ടപ്പോൾ തന്നെ അവൾ ദുഃഖാർത്തിയായി. അവളുടെ നാവ് വറ്റി വരണ്ടു. തന്റെ പ്രിയതമനോട് അവൾ പറഞ്ഞു, അങ്ങ് എന്റെ സമീപം തന്നെ ഇരിക്കുക. എന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നു. പോരെങ്കിൽ ഞാനൊരു ദുസ്വപ്നവും കണ്ടു. തുളസിയുടെ വാക്കുകൾ കേട്ട് ശംഖചൂഡൻ അവളെ സമാശ്വസിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ശംഖചൂഡൻ പറഞ്ഞു, കർമ്മഭോഗങ്ങളൊക്കെയും കാലത്തനുസൃതമായാണ് നടക്കുന്നത് പ്രിയേ. ഒരു മരമായാലും അത് അതിന്റെ സമയത്ത് പൂക്കും, അതുപോലെ കായ്ക്കും, പൊഴിയും. ഇത് ലോകത്തിന്റെ നീതിയാണ്. അതേപോലെ വിശ്വം ഉണ്ടാവുന്നു, പരിപാലിക്കപ്പെടുന്നു, സംഹരിക്കപ്പെടുന്നു. ഈ 3 കാര്യവും യഥാക്രമം ബ്രഹ്മ, വിഷ്ണു, രുദ്രന്മാർ നടത്തുന്ന കാര്യങ്ങളാണ്. എന്നാൽ എല്ലാത്തിനും മുകളിലായി മൂലപ്രകൃതി നിൽക്കുന്നു. പരമാത്മാവിനോട് ചേർന്ന് പ്രകൃതി എല്ലാം ചെയ്യുന്നു. ആ പരമാത്മാവിനെ തന്നെ ഭജിക്കുക.
ഇങ്ങനെ പറഞ്ഞു ശങ്കരചൂഡൻ. നല്ല ആളാണെന്ന് നമുക്കിപ്പം മനസ്സിലായില്ല സംസാരത്തിൽ നിന്ന് തന്നെ. ആരെ ഭയന്നാണോ വായു ചലിക്കുന്നത്, ആരെ പേടിച്ചാണ് സൂര്യൻ ഉദിക്കുന്നത്, ആരെ ഭയന്നാണ് അഗ്നി ജ്വലിക്കുന്നത്, ആരെ പേടിച്ചാണോ യമൻ മൃത്യു നടത്തുന്നത്, ആ പരമാത്മാവ് എല്ലാവർക്കും ഈശ്വരൻ തന്നെ. ഞാനാണ് ലോകനാഥൻ എന്നൊന്നും ഇദ്ദേഹം പറയുന്നില്ല. അറിവില്ലാത്തവൻ ആപത്ത് വരുമ്പോൾ ഭയപ്പെടുന്നു, എന്നാൽ വിദ്വാൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല ദേവി. കാലചക്രത്തിന്റെ ഉരുളലിൽ സുഖവും ദുഃഖവും ഉണ്ടായേ മതിയാവൂ. നല്ല ആളാണ്. പണ്ട് നീ ബദരിയിൽ തപസ്സനുഷ്ഠിക്കുമ്പോൾ വിഷ്ണുവിന് ഭർത്താവായി കിട്ടണമെന്നാണല്ലോ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് നാരായണൻ നിനക്ക് ഭർത്താവായി വരും. നിന്നെ എനിക്ക് ലഭിച്ചത് എന്റെ തപസ് കൊണ്ടും ബ്രഹ്മാവിന്റെ വരപ്രസാദം കൊണ്ടുമാണ്. ഗോലോകത്തിൽ വൃന്ദാവനത്തിൽ നിനക്ക് കൃഷ്ണനെയും ലഭിക്കും. ഈ ദാനവ ശരീരം ഉപേക്ഷിച്ച് ഞാനും ഗോലോകത്തേക്ക് വരും. അന്ന് നമുക്ക് തമ്മിൽ കാണാട്ടോ. ഇദ്ദേഹത്തിന് മനസ്സിലായി ഏതായാലും എന്റെ കാര്യം പോക്കാണോ നല്ലത്. രാധയുടെ ശാപം കാരണമാണ് എനിക്ക് ഭാരതത്തിൽ വരേണ്ടി വന്നത്. നീയും ഈ ശരീരം ഉപേക്ഷിച്ച് ദിവ്യരൂപമെടുത്ത് വിഷ്ണുവിനെ പ്രാപിക്കാൻ സാധിക്കും. ആ രാത്രി അവർ ശയ്യാഗൃഹത്തിൽ പല നേരം പോക്കും പറഞ്ഞും പ്രേമസല്ലാപത്തിൽ മുഴുകിയും കഴിച്ചുകൂട്ടി. ദുഃഖം കൊണ്ട് ആദ്യ കൊണ്ട തന്റെ പ്രേയസിയായ തുളസീദേവിയെ ശംഖചൂഡന്മാരോട് ചേർത്തണച്ച് ആശ്വാസവാക്കുകൾ പറഞ്ഞ് സമാധാനപ്പെടുത്തുകയും ദിവ്യസ്നാനം നൽകുകയും ചെയ്തു. പണ്ട് ഭാണ്ഡീരത്തിൽ വെച്ച് കൃഷ്ണൻ തനിക്ക് നൽകിയ ഉപദേശം ശംഖചൂഡൻ പ്രിയതമക്ക് ഉപദേശിച്ച് അവളെ സാന്ത്വനിപ്പിച്ചു. അതോടുകൂടി അവളുടെ ദുഃഖവും മാറി, മുഖം തെളിഞ്ഞു. ഈ കാണുന്നതൊക്കെ നശ്വരമാണെന്ന് മനസ്സിലാക്കി അവൾ സമാധാനിച്ചു. ആ രാത്രി അവൾ രണ്ടാളും രമിച്ച് ആഹ്ലാദത്തിന്റെ പരമകാഷ്ഠയിലെത്തിയെന്ന് പറയപ്പെടുന്നു. അങ്ങനെ യുദ്ധോദ്യോഗം എന്ന 20-ാം അധ്യായം ഭഗവത്പാദത്തിൽ സമർപ്പിച്ചു. ഇനിയിപ്പം യുദ്ധം ആണ് വർണ്ണിക്കുന്നത്. ശംഖചൂഡനും മഹാദേവനും തമ്മിലുള്ള യുദ്ധം അതെത്ര ഗംഭീരാന്ന് നമുക്ക് നോക്കാം. കൃഷ്ണഭക്തനായ ശംഖചൂഡൻ നേരത്തെ എഴുന്നേറ്റ് തന്റെ ഇഷ്ടദേവതയായ കൃഷ്ണനെ ധ്യാനിച്ചു. ഉണ്ട്, അത്രയും ഭഗവാനോട് ഇഷ്ടമുള്ള ആളാണ്. അടുത്തുള്ള നദിയിൽ പോയി സ്നാനം ചെയ്ത് ശുഭ്രവസ്ത്രങ്ങൾ ധരിച്ച് ദേവന്മാരെയൊക്കെ നമസ്കരിച്ചു. തൈര് തുടങ്ങിയ ശുഭ്രവസ്തുക്കളെ കണി കണ്ടു. അതിനുശേഷം വിലപിടിപ്പുള്ള രത്നവും സ്വർണവും പതിവ് പോലെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. എപ്പോഴും ഇങ്ങനെ ദാനം ചെയ്യുന്നൊരു പതിവുണ്ട് അദ്ദേഹത്തിന്. തന്റെ യാത്ര മംഗളമാകുവാൻ ഗുരുവിന് അമൂല്യമായ മാണിക്യവും മറ്റും ദാനം ചെയ്തു. ഗജങ്ങളെയും അശ്വങ്ങളെയും ധനത്തെയും വിപ്രന്മാർക്ക് നൽകി. അതിനുശേഷം തന്റെ പുത്രനെ രാജാവാക്കി. കണ്ടുവാ, തന്റെ പ്രജകളെയും രാജ്യത്തെയും അദ്ദേഹത്തിനെ ഭാരമേൽപ്പിച്ചു. എന്തായാലും പോക്കാണെന്ന് മനസ്സിലായിട്ടുണ്ട്. യുദ്ധ സാമർഥ്യമുള്ള സേനാനായകന്മാരെ വരുത്തി യുദ്ധത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. അതിൽ പ്രധാനിയായ മഹാരഥനെ 3 ലക്ഷം അക്ഷോഹിണി സൈന്യത്തിന്റെ പ്രധാന സേനാപതിയായി നിയമിച്ചു അദ്ദേഹം. എന്നിട്ടോ ഇതെല്ലാ മുൻകരുതലുകളും എടുത്തതിനു ശേഷം ശംഖചൂഡൻ ഭഗവാനെ സ്മരിച്ച് യുദ്ധത്തിനായി സ്വന്തം ഗൃഹത്തിൽ നിന്നിറങ്ങി. എന്താ പ്രാർത്ഥിച്ചിട്ടല്ലാണ് പോകുന്നത്. ഒരു ദേവന്മാർക്ക് തോന്നും ഇങ്ങനെയൊക്കെ. ശംഖചൂഡൻ തന്റെ ഗുരുക്കന്മാരുടെ പിന്നിലായി ശ്രേഷ്ഠമായ വിമാനത്തിൽ കയറി മഹാദേവന്റെ സമീപത്തേക്ക് പുറപ്പെട്ടു. പുഷ്പഭദ്രാ തീരത്തേക്കാണ് ദൈത്യൻ പോയത്. അവിടെയാണ് കപിലദേവൻ തപസ്സു ചെയ്ത സിദ്ധാശ്രമവും സിദ്ധിക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ശ്രീശൈലത്തിന്റെ വടക്കു ഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ വടവൃക്ഷത്തിന് ചുവട്ടിലിരിക്കുന്ന ശങ്കര ഭഗവാനെ ശംഖചൂഡൻ കാണുകയുണ്ടായി. തൃശൂലവും പട്ടിശവും കയ്യിലെടുത്ത് പുലിത്തോൽ ഉടയാടയാക്കിയും വെള്ളപ്പളങ്കിന്റെ നിറത്തോടുകൂടിയും ഭഗവാൻ മഹാദേവൻ വെളുത്ത നിറാണ്. കഴുത്തിന് മാത്രമാണ് 3 വര പോലെ നീല നിറം. ജ്വലിക്കുന്ന ബ്രഹ്മ തേജസ്സോടുകൂടിയും കോടിസൂര്യന്റെ പ്രഭയോടുകൂടിയും യോഗമുദ്രയോടും കൂടി ഇരിക്കുന്ന ശങ്കര ഭഗവാനെ ശംഖചൂഡൻ കണ്ടു. എന്നിട്ടോ ആ ഭഗവാൻ ഭക്താനുഗ്രഹ കാതരനാണ്. മൃത്യുഭയം തീർക്കുന്നവനും നരകാബ്ധിയുടെ അക്കരെ കടത്തുന്നവനുമാണ്. ആശുതോഷനുമാണ്. ജ്ഞാനത്തിന്റെ ഭണ്ഡാകാരമാണ് മഹാദേവൻ. വിശ്വത്തിന് നാഥനാണ്. വിശ്വസംഹാരകാരകനാണ്. പ്രസന്ന മുഖനുമാണ് അദ്ദേഹം. ഇപ്രകാരം ആസനസ്ഥനായിരിക്കുന്ന ശിവഭഗവാനെ കണ്ട് ശംഖചൂഡൻ വിമാനത്തിൽ നിന്നിറങ്ങി പാദ നമസ്കാരം ചെയ്തു. അടുത്തു തന്നെ നിൽക്കുന്ന സ്കന്ദനെയും ഭദ്രകാളിയെയും വണങ്ങി. ശിവഭഗവാനും പരിവാരങ്ങളും ശംഖചൂഡന് അനുഗ്രഹവും കൊടുത്തു. കണ്ട, എങ്ങനെ കാലിന് വീണ പിന്നെ അനുഗ്രഹം കൊടുക്കാതിരിക്കുക? അനുഗ്രഹിച്ചു. ശംഖചൂഡനെ കണ്ട ഉടനെ ശിവന്റെ നന്ദി തൊട്ടുള്ള പരിവാരങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ ആദരവിനെ പ്രകടിപ്പിച്ചു. ശങ്കരൻ പറഞ്ഞു, ജ്ഞാനിയായ ബ്രഹ്മാവിന്റെ പുത്രനും ധാർമ്മികനുമായ കശ്യപന്റെ പുത്രിമാരിൽ ധനുവിന്റെ പുത്രനായ നിന്റെ അച്ഛൻ രംഭൻ
ശുക്രാചാര്യരെ ഗുരുവാക്കി കൃഷ്ണമന്ത്രം ഉപദേശം വാങ്ങി 1,00,000 വർഷം പുഷ്കരത്തിൽ തപസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കൃഷ്ണഭക്തനായ നിന്റെ പിതാവിന് ലഭിച്ചത്. വെറുതെ ഒന്നുണ്ടായ കുട്ടിയല്ല നീന്നാന്ന് പറയുന്നു. ഗോലോകത്ത് കൃഷ്ണന്റെ പാർഷദനായ നീ രാധയുടെ ശാപം കൊണ്ടാണല്ലോ അസുരനായി ജനിച്ചത്. വിഷ്ണുഭക്തന്മാർ ബ്രഹ്മാണ്ടത്തെയും അതിലുള്ള സുഖഭോഗങ്ങളെയും ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവരാഗ്രഹിക്കുന്നെന്തെന്ന്? ഭഗവത് പാദത്തിൽ ലയിച്ചു ചേരേണ്ടത് മാത്രം. സാലോക്യ സാഷ്ടി സാമീപ്യ സായുജ്യം പോലും വൈഷ്ണവർ ആഗ്രഹിക്കുന്നില്ല. അവൻ ഇന്ദ്രപട്ടമോ മന്വന്തരാധിപത്യമോ ആഗ്രഹിക്കാറില്ല. അവർക്ക് ഹരിഭജനം മാത്രം മതി. അങ്ങനെയുള്ളപ്പോൾ നിനക്ക് എപ്രകാരമാണ് ദേവന്മാരുടെ രാജ്യത്തിൽ ഇത്ര ഭ്രമമുണ്ടായത്? നിങ്ങൾ നിങ്ങളുടെ രാജ്യമായ പാതാളത്തിലേക്ക് പോയി സുരന്മാർക്ക് അവരുടെ രാജ്യം തിരിച്ചു കൊടുക്കുക. അതല്ല നല്ലത്. എന്റെ പ്രീതി ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ഇതാണ് ചെയ്യേണ്ടത് ശ്രീ മഹാദേവൻ പറഞ്ഞു. ഒരു തരത്തിൽ നോക്കിയാൽ എല്ലാവരും കശ്യപപുത്രന്മാരാണല്ലോ. സഹജീവികളെ ദ്രോഹിക്കുന്നത് നിർത്തുക. വളരെയധികം പാപം കിട്ടുന്ന പ്രവൃത്തിയാണ് നീ ചെയ്യുന്നത്. ഏത് കാലത്തും ഒരേ നിലക്ക് ജീവിക്കാൻ സാധ്യമാണോ? ബ്രഹ്മാവ് പോകുന്ന സമയം വരുമ്പോൾ മാറി വരാറില്ലേ? ബ്രഹ്മപദം പോലും ശാശ്വതമല്ലല്ലോ. അതുപോലെ തപസ് കൊണ്ട് ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. എന്നാൽ സ്മൃതി ശക്തി കുറഞ്ഞുമിരിക്കും. ജ്ഞാനശക്തിയെ ആശ്രയിച്ച് ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യുന്നു. കൃതയുഗത്തിൽ ധർമ്മം പരിപൂർണമാണ്. എന്നാൽ ത്രേതായുഗത്തിൽ ധർമ്മം 3/4 ഭാഗമാകും. ദ്വാപരത്തിൽ ധർമ്മം പിന്നെയും കുറയും. കലിയുഗത്തിൽ 1/4 ഭാഗം ധർമ്മം നിലനിൽക്കും. ഭാഗവതത്തിൽ കാണുന്നില്ലേ 4 കാലുള്ള കാള കരിയുകാകുമ്പോഴത്തെ ഒറ്റക്കാലിൽ നിൽക്കുന്നത്? നമുക്കറിയാലോ. അത് ക്രമേണ അത് കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നീട് കറുത്ത പക്ഷത്തിലെ അമാവാസിയിലെ ചന്ദ്രക്കല പോലെ മാഞ്ഞു പോകും. പ്രകൃതിയും എന്നും ഒരേ മാതിരി നിൽക്കുകയില്ല. അതിനും വ്യത്യാസം വരുന്നു. വെളുത്ത പക്ഷം കഴിഞ്ഞാൽ കറുത്ത പക്ഷം വരാം. അത് തരമില്ല. അതുപോലെ ഒരു രാത്രിക്ക് ഒരു പകലുണ്ട്, ഒരു പകലിന് ഒരു രാത്രിയുണ്ട്. അതൊക്കെ അങ്ങനെ തിരിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. ചൂടും തണുപ്പും ഓരോ സമയങ്ങളിൽ ഓരോ തരത്തിലാണ്. ഗ്രഹണകാലത്ത് സൂര്യൻ നിഷ്പ്രഭനാവും. ഭൂമിയും ചിലപ്പോൾ പച്ചപ്പോടുകൂടി നിൽക്കുന്നു. എന്നാൽ പ്രളയം വരുമ്പോൾ ഭൂമിയിൽ ഒന്നും ഇല്ലാതെയാകുന്നു. അതുപോലെയാണ് ഇന്ദ്രന് തന്റെ സ്വർഗവും നഷ്ടമായത് കേട്ടോ. സാക്ഷാൽ പരമാത്മാവ് മാത്രമേ നിത്യനായിട്ടുള്ളൂ. ഞാൻ അനവധി പ്രളയം കണ്ടിട്ടുണ്ട്. ഇനിയും എത്രയോ കാണാനിരിക്കുന്നു. അതുകൊണ്ടാണ് എന്നെ മൃത്യുഞ്ജയൻ എന്ന് വിളിക്കുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരം ഞങ്ങളെ കൊണ്ട് ആ പരമ്പുമാനാണ് ചെയ്യിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ ആ പരമ്പുമാനെ ഞാൻ നിത്യവും ധ്യാനിക്കുന്നു. അതുകൊണ്ട് ഗരുഡനെ കാണുന്ന പാമ്പിനെ പോലെ മൃത്യുവിനും എന്നെ ഭയമാണ്. ഇത്രയും പറഞ്ഞു കൊടുത്തു മഹാദേവൻ. എന്നിട്ടോ സംഭാഷണത്തിൽ ഒന്നും പറയാതിരിക്കുകയും ചെയ്തു. ഇനി ഇയാളെ ശങ്കരചൂഡൻ പറയാൻ തുടങ്ങി. അങ്ങ് പറഞ്ഞ സത്യം തന്നെയാണ് പ്രഭു. എന്നാൽ എനിക്കും ചില യാഥാർത്ഥ്യങ്ങൾ പറയുവാനുണ്ട്. ബന്ധുദ്രോഹം പാപമാണെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. എല്ലാം അപഹരിച്ചല്ലേ നിങ്ങളെ വലിയ സ്ഥാനം ഭ്രഷ്ടനാക്കിയത്? അത്ര ചോദ്യമാണ് ചോദിക്കുന്നത് കണ്ടോ. സുതലത്തിൽ ഭഗവാൻ കാവൽക്കാരനെ നിൽക്കുന്നത് കൊണ്ട് വലിയ ഉദ്ധരിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ എന്റെ ഐശ്വര്യം വീണ്ടെടുത്തു. ഹിരണ്യാക്ഷനെയും സഹോദരനായ ഹിരണ്യകശിപുവിനെയും വധിച്ചത് എന്തിനാണ്? ശുംഭൻ തുടങ്ങിയവരെയും ദേവന്മാർ വധിച്ചില്ലേ? പാലാഴി ബന്ധത്തിന് സഹായിച്ച ഞങ്ങൾക്ക് ക്ലേശം മാത്രം കിട്ടി. സുരന്മാർക്ക് അമൃതവും കിട്ടിയില്ലേ? മൂലപ്രകൃതിയുടെ ക്രീഡാഗ്രഹമാണ് ഈ വിശ്വം. അവൾ കനിഞ്ഞാൽ ഒരുവൻ ഐശ്വര്യവാനാവും. നിങ്ങൾ കഷ്ടപ്പെട്ടു ആ അമൃതമഥനത്തിനെല്ലാം സഹായിച്ചു. ഞങ്ങൾക്ക് എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ലല്ലോ. അമൃതം കൊണ്ട് ദേവന്മാരനെ പോയില്ലേ? അവർക്ക് എന്തൊക്കെയോ നല്ല നല്ല കാര്യങ്ങൾ കിട്ടി. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. സുരന്മാർക്കിടയിലും എപ്പോഴും കലഹം ഉണ്ടാവാറുണ്ട്. സുരന്മാരും അതായത് ദേവന്മാര് അസുരന്മാരും തമ്മിൽ ബന്ധുക്കളായിട്ട് ഞങ്ങൾ തമ്മിലുള്ള കലഹത്തിൽ നിങ്ങൾ ഇടപെടുന്നത് ശരിയാണോ? അല്ലല്ലോ. ഇനി യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് അങ്ങക്ക് അകീർത്തി ഉണ്ടാക്കില്ലേ? കാരണം അങ്ങ് മഹാത്മാവ് എന്നത് തന്നെ ഭഗവാനോട് പറയുന്നു. മഹാദേവനോട് ശംഖചൂഡന്റെ വാക്കുകൾ കേട്ടപ്പോൾ മഹാദേവൻ പറയുന്നു, ബ്രഹ്മപുത്രന്മാരായ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നതിൽ ലജ്ജിക്കാൻ എന്തിരിക്കുന്നു? മധുകൈടഭന്മാരോട് യുദ്ധം ചെയ്തത് ഹരിയാണ്, ഞാനല്ല. ഹിരണ്യാക്ഷനോടും ഹിരണ്യകശിപുവിനോടും യുദ്ധം ചെയ്തതും ഹരി തന്നെയാണ്, ശ്രീനാരായണനാണ്, ഞാനല്ല. നീയാണെങ്കിലോ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ പരമഭക്തനും ഇതുവരെ വധിച്ച ദൈത്യന്മാരൊന്നും നിനക്ക് സമനല്ലേയല്ല. അതുകൊണ്ട് നീയുമായി യുദ്ധം ചെയ്യുന്നതിൽ മാനക്കേട് തോന്നേണ്ട കാര്യം എന്തിരിക്കുന്നു? വിഷ്ണുവാണ് ഈ കാര്യം എന്നെ ഏൽപ്പിച്ചത്.
ദേവന്മാർക്ക് അവരുടെ രാജ്യം കൊടുക്കണമെന്നാണ് എൻ്റെ പക്ഷം. അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക. വാദപ്രതിവാദങ്ങൾ നിരർത്ഥകമാണ്. ഇത്രയും പറഞ്ഞ് മഹാദേവൻ വിരമിച്ചു. ശംഖചൂഡൻ തന്റെ മന്ത്രിമാരോടുകൂടി യുദ്ധത്തിന് തയ്യാറായി. ഏതായാലും ദേവന്മാർക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. യുദ്ധം നമുക്ക് യുദ്ധം ചെയ്യാന്നുള്ള തീരുമാനം ശംഖചൂഡൻ ഉണ്ടായത്. ഇനിയിപ്പോ ഗംഭീരമായ യുദ്ധം അത് നമുക്ക് നാളെ കാണാം. ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാവോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.